അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് വീണ്ടും ഒരു മിഅ്റാജ് ദിനം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നാം ചില ചിന്തകളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായ മഹത്തായ ഒരു യാത്ര മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം സംവിധാനിച്ചു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗവും മുസ്ലിം ലോകത്തിന് നൽകാനുള്ള പാഠവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലഘട്ടത്തിലാണല്ലോ അവനക്ക് കൂടുതൽ സമാശ്വാസങ്ങൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സമാശ്വാസമായി, ഒരു ആശ്വാസമായി സംവിധാനിച്ചതാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും യാത്ര. കാരണം മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ആമുൽ ഹുസ്നിന്റെ കാലഘട്ടമായിരുന്നു. അതായത് ദുഃഖവർഷത്തിന്റെ കാലഘട്ടം. തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന പിതൃവിൻ അബൂ ത്വാലിബിന്റെ മരണവും പ്രിയപത്നി മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തും ആ കാലഘട്ടത്തിലായിരുന്നു. മാത്രമല്ല മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നവരെ എല്ലാം പ്രതിരോധത്തിലാക്കി തീർത്ത വല്ലാത്തൊരവസ്ഥ. ശുഅബ് അബൂ ത്വാലിബ് എന്ന പ്രത്യേക സ്ഥലത്ത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയ അനുയായികളും 3 വർഷക്കാലം കഠിനമായ പട്ടിണിയും പീഡനവും സഹിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നു. ഒരിക്കൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി അഹദ്, ഉഹദിനേക്കാൾ ഭയാനകരമായ ചില സമയങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ലഖദ് ലഖീതും മിൻ ഖൗമിക മാ ലഖീത്, ഇതിനേക്കാൾ എത്രയോ ഭയാനകരമായ സന്ദർഭങ്ങൾ നിന്റെ ജനതയിൽ നിന്നും എനിക്കുണ്ടായിട്ടുണ്ട്. അതീവ ഗുരുതരമായ സമയങ്ങൾ. കല്ലെടുത്തോടിച്ചിട്ട് അവസാനം ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് ആ സമയങ്ങളിലെല്ലാം കാണിച്ച ക്ഷമയുടെയും സഹനത്തിന്റെയും ഉദാഹരണങ്ങളിലേക്കാണ് ഓരോ ഇസ്രാവും മിഅ്റാജും വരുമ്പോൾ നാം കടന്നു പോകേണ്ടത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ ആ പരീക്ഷണ കാലഘട്ടങ്ങളിലെല്ലാം ക്ഷമിച്ചപ്പോൾ അതിന്റെ പ്രതിഫലമായി ഒരു സമാശ്വാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചതാണ് ഈ ഇസ്രാവും മിഅ്റാജും. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആ യാത്രയെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് ഈ വിഷയം കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാറക്നാ ഹൗലഹു എന്നാണ്. അതിനെ ചുറ്റും മുഴുവനും ബറക്കത്ത് നിറഞ്ഞതാകുന്നു, ബറക്കത്തുള്ളതാകുന്നു. അത്രമേൽ പ്രശാന്തമായ ഐശ്വര്യവത്തായ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാന്തപ്രദേശങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. ഈ ഒരു യാത്രയെ പറയുന്ന പേരാണ് ഇസ്രാ എന്നുള്ളത്. ഇതിനുശേഷം നടന്നതാണ് മിഅ്റാജ്. മിഅ്റാജിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത പദത്തിലായി തന്നെ പറയുന്നുണ്ട്, നുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് നമ്മുടെ അടിമയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെയുള്ള ഒരു യാത്ര, ആകാശയാത്ര നടത്തിയത് എന്ന്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഓരോ കവാടവും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ഓരോ പ്രവാചകന്മാരെ കാണുന്നു, സലാം പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതീവമായ ഒരു മഹത്തായ മുഹൂർത്തം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തെ കുറിച്ച് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂം. എന്തെന്ന് വെച്ചാൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, നബിയെ, എന്റെ പ്രോട്ടോകോൾ പ്രകാരം എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് ലാ തഖഫ്, അങ്ങ് പേടിക്കരുത്.
അങ്ങക്ക് ഇതാ അങ്ങയുടെ നാഥനുമായുള്ള ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ ഇതാ അവസരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അബശിർ, അങ്ങ് സന്തോഷിക്കുക. വല്ലാത്തൊരു ആത്മാനുഭൂതിയുടെ ഒരു മുഹൂർത്തം സമ്മാനിക്കുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ഒരു കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് സമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വക്ത് നിശ്ചയിക്കുന്നത്. ആ നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ് ഇന്ന് മിഅ്റാജ് ദിനം. അങ്ങനെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് പ്രഭാതം പുലർന്നു. തന്റെ ശത്രുക്കളായിരുന്ന മക്കാ ഖുറൈശികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് ഈ കാര്യം അവതരിപ്പിച്ചു. അവരെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല രീതിയിൽ കളിയാക്കി. അവസാനം അവര് അന്നത്തെ പൗരപ്രമുഖനായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിലേക്ക് പോയി പറഞ്ഞു, മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇനി നമ്മൾ ഈ വിഡ്ഢിത്തത്തെ വിശ്വസിക്കണമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, അവഖാല ദാലിക്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞോ? അവർ പറഞ്ഞു, അതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദ്ദഖ്തു, ഞാനത് വാസ്തവമാക്കിയിരിക്കുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ ശരിയാണ്, ഞാൻ ഇന്നലെ ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോയി. ഉടനെ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദ്ദഖ്തു, ഞാനത് വാസ്തവമാക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞു, അശ്ഹദു അന്നക സിദ്ദീഖുൻ ഹഖാ, നിങ്ങള് അബൂബക്കറെ, നിങ്ങള് സിദ്ദീഖാണെന്ന് ഞാൻ വാസ്തവമാക്കിയിരിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അന്ന് മുതലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന പേര് വിളിച്ചത്. പ്രിയമുഅ്മിനീങ്ങളെ, നാം പറഞ്ഞു വരുന്നത്, ഓരോ ഇസ്രാ മിഅ്റാജും വരുമ്പോൾ നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും ഭയാനകരമായ ആ സമയങ്ങളിലെല്ലാം ക്ഷമ കൈക്കൊണ്ടപ്പോ അതിന് സമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് ഇസ്രാ മിഅ്റാജ്. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരത്തിന്റെ കാര്യം. ഈ ഇസ്രാ മിഅ്റാജിന്റെയും യാത്രയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഉമ്മത്തീങ്ങൾക്കായിട്ട് 5 വക്ത് നിസ്കാരം നിശ്ചയിക്കുന്നത്. ആ നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണെന്ന്. അതുകൊണ്ട് നിസ്കാരത്തെ നാം നിലനിർത്തി കൊണ്ടുപോകണം. ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു കാഫിറിന്റെയും ഒരു മുഅ്മിനിന്റെയും തമ്മിലുള്ള ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരം മാത്രമാണ്. മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം മാത്രമാണ്. ആ നിസ്കാരമില്ലെങ്കിൽ അത് പോയി. നിസ്കാരം ദീനിന്റെ തൂണാണ്. നിസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ദീനി നിലനിൽക്കില്ല. അതുകൊണ്ട് ആ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ ക്ഷമാശീലരാവാൻ നാം ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ ദിനമൊക്കെ വളരെയധികം പ്രാർത്ഥന നിർഭരമാക്കേണ്ട സമയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.